الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يسجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرف عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار صدق الله العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോട് മാന്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഈ പ്രപഞ്ചത്തെ ആകെ അടക്കി ഭരിക്കുന്ന മഹാപ്രകാശം, ആ പ്രകാശം ഓരോ അണുവിനും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആനിലൂടെ. ആ പ്രകാശത്തെ അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ദുർമാർഗത്തിൻ്റെ അന്ധകാരങ്ങളിൽപ്പെട്ട ഉഴലുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് അന്ധകാരത്തിൻ്റെ ആഴം വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ആ അന്ധകാരത്തിൻ്റെ ആഴം എത്രമാത്രം വിപുലമാണ് എന്ന് നമുക്ക് പറഞ്ഞതിന് ശേഷം, ഈ അന്ധകാരം യഥാർത്ഥത്തിൽ പ്രകൃതിക്ക് യോജിച്ചതല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തിന് തന്നെ എതിരാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതമായ പ്രകാശത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്ന് വിജയിക്കണം എന്ന് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടി അടുത്ത ആയത്തുകളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മഹാപ്രകാശം വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കുന്ന ചില ആയത്തുകളാണ്, സൂറത്ത് നൂറിലെ ആയത്തുകളാണ് നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്. അന്ധകാരം യഥാർത്ഥത്തിൽ ദുർമാർഗമാണ്. ഇവിടെ ദുർമാർഗത്തെ അന്ധകാരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അന്ധകാരം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രകാശമില്ലായ്മ എന്ന മനസ്സിലാക്കുന്നത്. നേർക്കുനേരെയുള്ള ഈ കാണുന്ന പ്രകാശത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഉള്ളിലുള്ള സന്മാർഗത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ ഉപമകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. എത്ര പവർഫുൾ ലൈറ്റ് ഇട്ടാലും ഉള്ളിൽ വെളിച്ചമില്ലാത്തവന് അന്ധകാരം തന്നെയായിരിക്കും, ദുർമാർഗം തന്നെയായിരിക്കും, ഒരു സംശയമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നാശമാണ്. താൽക്കാലികമായ എത്ര ഔന്നത്യമുണ്ടായാലും പ്രഭ ചൊരിഞ്ഞാലും മനുഷ്യോപകാരപ്രദമാണ് എന്ന് തോന്നിയാലും അതെല്ലാം നാശത്തിൽ മാത്രമേ കലാശിക്കുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും.
പ്രത്യക്ഷത്തിൽ അത് നമുക്ക് മനസ്സിലായി കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ തോന്നാം. പക്ഷേ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് മാത്രമാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ സന്മാർഗത്തിൻ്റെ ഒരു സഹായമില്ലാതെ ആളുകൾ മനുഷ്യോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ ദുർമാർഗമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശദീകരണം ആവശ്യമാണ്. കാരണം ഇതൊന്നും മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല. ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ്, മനുഷ്യൻ അള്ളാഹുവിൻ്റെതാണ്, പ്രവർത്തനങ്ങളുടെ എല്ലാ ശക്തിയും അള്ളാഹുവിൻ്റെതാണ്. ഒരാൾ ഞാൻ സൽപ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സൽപ്രവൃത്തി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നതാണ് അതിൻ്റെ സത്യം. കാരണം അവനിവിടെ ഇല്ലായിരുന്നു. അവന് ജന്മം നൽകുകയും എന്നിട്ട് ഹിദായത്ത് നൽകുകയും സൽപ്രവൃത്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും സൽപ്രവർത്തനത്തിനുള്ള ഊർജം നൽകുകയും ചെയ്യും. എന്തെല്ലാം സംഗതികൾ വേണം ഒരു സൽപ്രവൃത്തി ചെയ്യണേന്? ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ ചുണ്ട് വേണം, കണ്ണ് വേണം. പുഞ്ചിരിക്കാൻ നമുക്ക് നല്ല വയറ്റുവാനുള്ള ഒരാളിനെ പുഞ്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ വ്യഥ അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഒരാളുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സിറ്റുവേഷനും വളരെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കണം. എങ്കിലേ ഭൂമി ഇവിടെ തന്നെ നിന്നു കൊടുക്കണം, കാറ്റടിക്കാതിരിക്കണം, ഭൂകമ്പം ഉണ്ടാവാതിരിക്കണം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മളെ ഇവിടെ നമ്മളായി നിർത്തിച്ച് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യവും അവസരവും ഒക്കെ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞാലേ ഏത് പ്രവൃത്തിയും സൽപ്രവൃത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കും എന്നുള്ളതാണ്. ഞാൻ സ്വന്തമായാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ധരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധകാരത്തിലാണ്, ദുർമാർഗത്തിലാണ്. ആ അന്ധകാരത്തിൻ്റെ ആഴം വളരെ ഭീകരമാണ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് കടലുകളുടെ അടിയിൽ, ആഴക്കടലിൻ്റെ അടിയിൽ. സാധാരണ നിലയിൽ കടലിൽ കുറേ ആഴത്തിൽ പോയാൽ ഇരുട്ടാണ്. ആഴക്കടലിൻ്റെ മുകളിൽ ഫൗജ്, അതായത് തിരമാല, മിൻ ഫൗഖിഹി ഫൗജ്, അതിൻ്റെ മുകളിൽ വീണ്ടും തിരമാല, മിൻ ഫൗഖിഹി സഹാബ്, അതിൻ്റെ മുകളിൽ കാർമേഘം. അപ്പോൾ കാർമേഘ പടലം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷത്തിൽ അട്ടിയട്ടിയായി തിരമാല അടിക്കുന്ന ഒരു കടലിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടായാൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് ലോകത്തെ എത്ര ഉന്നതമായ നിലവാരം പ്രവർത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ അന്ധകാരപ്രദമാണ്, ദുർമാർഗമാണ്, സത്യവിശ്വാസത്തിൻ്റെ പിൻബലമില്ലാത്തതാണ്. വളരെ ഗൗരവമാണ് വിഷയം. അതായത് ഒരുപാട് ആളുകൾ വലിയ ത്യാഗങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നടത്തി നല്ല സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും അഭിനന്ദനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അത് നമ്മൾ ഈ ദുന്യാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ്. ഈ ദുന്യാവിൻ്റെ ഓരോ സംഗതികളും ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടാൽ വലിയതായിട്ട് നമുക്ക് തോന്നും. എല്ലാ സംഗതിയും വളരെ ഗംഭീരമായിട്ട് നോക്കും. വളരെ വലിയ കെട്ടിടങ്ങൾ, നല്ല 1ാം ക്ലാസ് കാറുകൾ, നല്ല റോഡുകൾ, നല്ല നല്ല പുൽത്തകടികൾ, പുൽമേടകൾ. പക്ഷെ ഒരു കാറ്റടിച്ചാൽ സകലതും നശിച്ചു. അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞ വന്നു കഴിഞ്ഞാൽ സകലതും നശിച്ചു. ഇനി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നോക്കുക. അപ്പം നമ്മളുണ്ടെങ്കിലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ലോകത്ത് മറ്റാരും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുണ്ടെങ്കിലേ മറ്റെല്ലാം കാണാൻ പറ്റുള്ളൂ എന്നുള്ള. അയാൾക്ക് ഭയങ്കരമായ അസുഖം, അല്ലെങ്കിൽ അയാൾക്ക് ബോധക്ഷയം, പിന്നെന്താ ലോകത്ത് നിന്നിട്ടായിട്ട് എന്താ കാര്യം? ഇത് വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പല കോലത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ സംഗതിയും ഇവിടെ ഉണ്ട്, വളരെ ഗംഭീരമാണ് സാർ. പക്ഷെ ഇവനിതൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവന് കേൾക്കാൻ പറ്റുന്നില്ല. ഒരാൾ ഗൾഫിൽ പോയി, അയാളൊരു ഫാക്ടറിയിൽ ജോലി ചെയ്തു, മെഷീൻ്റെ ഇടയിൽ വിട്ടു. അയാൾ ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം അയാളുടെ ബോധം പോയി, വ്യക്തിത്വം നഷ്ടപ്പെട്ടു. കേരളത്തിലുണ്ടായ സംഭവമാണ്. ഒരു 4-5 മാസം 6 മാസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ഇവിടെ വന്നു 60 ലക്ഷം രൂപ അനുവദിച്ചു. 60 ലക്ഷം രൂപ അനുവദിച്ച് വീട്ടുകാർക്ക് സന്തോഷമായി എന്നുള്ളതല്ലാതെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഒന്നും അറിയുന്നില്ല. മറ്റുള്ളവർക്കും അറിയാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ വേദന ഒക്കെ നമ്മൾ കുത്തിവെക്കുന്നു, വേദന ഇല്ലായിരിക്കാം. പക്ഷെ ഉള്ളിലെ വികാരം എന്താണെന്ന് ആർക്കാ മനസ്സിലാകാം? അവനവിടെ വേദന അനുഭവിക്കുന്നുണ്ടോ? അതല്ല വേദന അനുഭവിക്കുക. കാരണം അവൻ്റെ ചലനശേഷി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു, അവൻ്റെ പ്രതികരണശേഷി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേദന അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായ ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ ഒരാൾ കഴുത്തിനാലാണോ കുത്തിപ്പിടിച്ചാൽ നല്ല വേദന ഉണ്ടാവും.
നിലവിളിക്കൊക്കെ ചെയ്യും. പക്ഷെ ഉണർന്ന് നോക്കുമ്പോൾ ഭാര്യ ചോദിക്കുക എന്താ, ഒന്നുമില്ല, സ്വപ്നം കണ്ട. പക്ഷെ അപ്പോൾ കുത്തിപ്പിടിച്ച വേദന അവിടെ നിലനിൽക്കുന്നുള്ളതാണ്. അപ്പൊ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ലാതെ മനുഷ്യന് സന്തോഷവും വേദനയും സംതൃപ്തിയും അതുപോലെ തന്നെ സന്താപവും ഒക്കെ അനുഭവിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു എന്നുള്ളത് എല്ലാ ദിവസങ്ങളും ഉറങ്ങുമ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം, പകല് ശത്രുക്കളും രാത്രി കണ്ണടച്ചാൽ പേടിപ്പെടുന്ന സ്വപ്നം സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിച്ചു. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മഹത്യ കൂടെ സാധ്യമാവില്ലെന്ന്. ആത്മഹത്യാനും പടച്ചോന്റെ ഒരു അനുമതി വേണമല്ലോ, അതിന് സാധ്യമല്ല. ചിലരൊക്കെ ആത്മഹത്യ പോയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ നിലനിർത്തുക, ഉന്നതമായ പടവുകൾ കയറിപ്പോകാനുള്ള സൗകര്യം നൽകുകയും ചെയ്തിട്ട് അവനോട് പറയണത് ഞാൻ തന്നതാണെന്ന് എന്ന് പറഞ്ഞാളാണ്. അത് പറയില്ല. പിന്നെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. അവൻ ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച് ജനങ്ങൾക്ക് മുഴുവൻ തേനും പാലും എല്ലാം വാരി കോരി കൊടുത്ത് ഒരുപാട് കീർത്തി ചക്രങ്ങൾ വാങ്ങി, വീരചക്രങ്ങൾ വാങ്ങി, മരണാനന്തര ബഹുമതിയും വാങ്ങി ഒക്കെ പോയാലും ഹസ്രത്തില്ല. മരിച്ചു പോകുമ്പോ ഇവിടെ എല്ലാം പോയി, ആഹ്റത്തിലോ ഒന്നും കിട്ടാറില്ല. അപ്പൊ വളരെ മനുഷ്യന്മാരോട് അത് പറയുന്നത്, സത്യവിശ്വാസികളെ വിളിച്ചിരുത്തിയിട്ടല്ല പറയുന്നത്. മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആക്കിയത്, നിങ്ങൾ ഈ അള്ളാഹു നിങ്ങൾക്കൊരു പ്രകാശം തന്നു, അത് നിങ്ങൾ കെടുത്തിക്കളയരുത്. ആ സന്മാർഗത്തിന്റെ പ്രഭ നിങ്ങൾ ദൈവസ്മരണയോടെ നിലനിർത്തിക്കൊണ്ട് വളർത്തി വലുതാക്കി ജീവിതത്തിന്റെ വിജയം കാണണം. അല്ലാതെ നിങ്ങൾ ആഴക്കടലിലുള്ള അന്ധകാരം, ഒരാളെ കൈ ഇങ്ങനെ എടുത്താൽ പോലും കാണാൻ കഴിയാത്ത അത്ര അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്ധകാരത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. ആഴക്കടലിലെ അന്ധകാരം നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഡിസ്കവറി ചാനലിലൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുക. ആഴക്കടലിൽ 40,000-50,000 അടിയൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യണമെങ്കിൽ ഈ തലയിൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. അന്ധകാരം. ആ അന്ധകാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രവർത്തിക്കണം. ചില മത്സ്യങ്ങളും അതുപോലെ സമിതികളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർക്കുണ്ട് പ്രകാശം. ഈ അന്ധകാരത്തിൽ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ജന്തുക്കൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രകാശം തന്നില്ലെങ്കിൽ പടച്ചവനെ അംഗീകരിച്ചില്ലെങ്കിൽ പ്രകാശമില്ല. അള്ളാഹുവിന്റെ പ്രകാശം ലഭ്യമായിട്ടില്ലെങ്കിൽ, അള്ളാഹു എന്നുള്ള ഹിദായത്ത് ലഭ്യമായിട്ടില്ലെങ്കിൽ പിന്നെ അവന് യാതൊരു തരത്തിലുള്ള പ്രകാശം ഉണ്ടാവില്ല. അത്തരം ആളുകൾക്കാണ് അസൂയ, പക, വൈരാഗ്യം, വിദ്വേഷം, താൻപോരിമ, പൊങ്ങച്ചം, അഹങ്കാരം എല്ലാം. കാരണം ഞാനാണ് വലുത് എന്നുള്ള തോന്നൽ, വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യം, മറ്റവനെ ചവിട്ടി അവന്റെ തോളിലൂടെ കയറിയിട്ട് എനിക്കാകാവാനുള്ള ഒരു താല്പര്യം, സഹജീവി സ്നേഹം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ സ്വാർത്ഥതകളുടെ വിവിധ താഴ്വരകളുണ്ട്. അവനവന്റെ സുഖം, എനിക്ക് സുഖിക്കാനും മണ്ണ് വേണം, അത് മക്കൾ വേണം, അതുകൊണ്ട് കുടുംബം, അതിനുവേണ്ടിയാണ്. അല്ലാതെ കുടുംബത്തെ സംരക്ഷിക്കാനല്ല. എനിക്ക് സഞ്ചരിക്കാൻ വാഹനം വേണം, ഓടിക്കാൻ ഡ്രൈവർ വേണം, അതുകൊണ്ട് എന്റെ കംഫർട്ടാണ് ആ ഡ്രൈവർ, അല്ലാതെ ഡ്രൈവറുടെ കംഫർട്ടല്ല ഞാൻ. എനിക്ക് ഭരിക്കാൻ കുറച്ച് ആളുകൾ വേണം, അതുകൊണ്ട് നാട്ടിൽ ജനം വേണം, അതുകൊണ്ട് പഞ്ചായത്തിൽ ആളെ വേണം. അപ്പൊ എനിക്ക് ഭരിക്കാൻ വേണമെന്നുള്ളതാണ്. ജനങ്ങളുടെ ക്ഷേമമല്ല അവിടെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം. ഭരണവും അതുപോലെ തന്നെ അധികാരവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ആ സന്മാർഗത്തിലൂടെ നന്മ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള അധികം മനുഷ്യന്മാർ. അതൊക്കെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ താൻ പോലും കാണിക്കാനാണ്. അവര് അന്ധകാരങ്ങളുടെ ആഴക്കടലിലാണ് എന്നുള്ളതാണ്. അതല്ല ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചത്തിന് സത്യവിശ്വാസം, പ്രപഞ്ചത്തിന് ജീവനുണ്ട്. ഭൂമിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ് മനസ്സിലായത്. ജീവനില്ലാത്ത ഭൂമിയല്ല, ഭൂമിക്ക് ജീവനുണ്ട്. ഭൂമിക്ക് ഒരു ആത്മാവുണ്ട്, ഭൂമിക്ക് മനസ്സുണ്ട്, ഭൂമിക്ക് ഒരു ബോഡിയുണ്ട്. നമുക്കുള്ളതുപോലെല്ലാം ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്തെല്ലുമ്പോ ഭൂമി അതിന്റെ രക്ഷിതാവിനോട് വർത്തമാനങ്ങളില്ലാണ്ട് പറയും. നമ്മളോട് സംസാരിക്കാൻ ഭൂമിക്ക് കഴിയില്ല. നമ്മളോട് വേറെ വാക്കുകളിലൂടെ, നമ്മൾ വേറെ അലങ്കാരിക പ്രയോഗങ്ങളിലാണ്. ആ താഴ്വരകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടെ ഇന്നലകളിൽ നടന്ന സംഭവത്തെ കുറിച്ച് പറയുമായിരുന്നുവെന്ന് കവിതാത്മകമായോ സാഹിത്യ ഭാഷയിലോ ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും.
പക്ഷേ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയും. അപ്പൊ ഭൂമിക്ക് ശരിക്ക് ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് എല്ലാവരും മനസ്സിലാക്കുക. ഞാനല്ലല്ലോ ഇത് പറഞ്ഞത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിനം ഭൂമി അതിന്റെ വർത്തമാനങ്ങളെല്ലാം വിളിച്ചു പറയും. വഹി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വഹി. അപ്പൊ പ്രവാചകന് വഹി കൊടുത്തത് ഒരു തരത്തിൽ, ഭൂമിക്ക് വഹി, തേനീച്ചയ്ക്ക് വഹി കൊടുത്തത് തരത്തിൽ. അപ്പൊ എല്ലാവർക്കും വഹിയും ഇൽഹാമൊക്കെ ഉണ്ട്. നമുക്ക് വഹി എന്ന് പറയില്ല, ഇൽഹാം എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളും ഒരാളൊരു സ്ഥലത്ത് വെച്ച് ഒരനാവശ്യം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂക്ഷിക്കണം, നിങ്ങൾ നടന്നു പോകുന്ന ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയിലെ മൺതരികൾ അതെല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തുമ്പോൾ എല്ലാം എഴുതി വെക്കുന്നതാണ്. അവർ എന്താണ് ചെയ്തത് അതിന്റെ ഇംപ്രിൻസ്, അടയാളങ്ങൾ എഴുതി വെക്കുന്നതാണ്. ഒരാൾ കള്ള് ഷാപ്പ് കെട്ടി എന്നിട്ട് അതിൽ കുടിച്ചു കൂത്താടി കുഴപ്പമുണ്ടാക്കി ഇതെല്ലാം ഇവന്റെ രേഖയിൽ കൊടുത്തിട്ടുണ്ട്. ഒരാളൊരു പള്ളി കെട്ടി അവിടെ നമസ്കരിച്ചിട്ട് പോകുന്ന മനുഷ്യന്മാരുടെ നന്മകൾ പള്ളി. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്തവന് സൽക്കർമ്മങ്ങളുടെ അനന്തരവും ഉണ്ടാവും, ദുഷ്കർമ്മങ്ങൾ നടപ്പാക്കിയവന് ദുഷ്കർമ്മങ്ങളുടെ അനന്തരവും ഉണ്ടാവുന്നുള്ള. അപ്പൊ ഭൂമിക്ക് ഒരു ശരിയായ നിലയിലുള്ള ഒരു മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മളെ പോലെ തന്നെ. അപ്പൊ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അറിവിനുള്ള കഴിവുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലാവാത്തൊരു സംഗതിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും. ഈ മൈക്കിന് നാളെ പറയുന്നു, ഇയാൾ എന്റെ മുന്നിൽ ഒരുപാട് ഒരുപാട് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കുള്ളതുപോലെ ഈ മൈക്കിനും ഈ തടിക്കും ഒക്കെ ഉണ്ടാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മെമ്പറിൽ നിന്ന് മാറിയപ്പോ ആ മെമ്പർ വേറെ മെമ്പർ വന്ന പഴയ മെമ്പർ കരയും അദ്ദേഹം ഇറങ്ങി തടവുകയും ചെയ്തത് പ്രവാചകനായതുകൊണ്ട് അത് വ്യക്തമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. അതിനകത്ത് ഇറങ്ങി കാണുന്നില്ലേ, നമുക്കത് മനസ്സിലാവുന്നില്ലേ എന്നുള്ളതാണ് യഥാർത്ഥത്തില്. ആകാശഭൂമിയിലുള്ള സകലതും അല്ലാഹുവിന്റെ കീർത്തനം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഉദാഹരണങ്ങൾ പറയാം. അതായത് ഇങ്ങനെ ചിറക് വിടർത്തി പറന്നു പോകുന്ന ആ പക്ഷികളുണ്ടല്ലോ, അത് കുല്ലുൻ എല്ലാം എല്ലാത്തിനും അതിന്റെ പ്രാർത്ഥനയും കീർത്തനവും എന്തെന്നറിവുണ്ട്, എങ്ങനെയെന്നറിവുണ്ട്, എല്ലാത്തിനും അറിയാവുന്നതാണ്. ഒരു ആറ്റം മുതൽ ബ്രഹ്മാണ്ട കടാഹം വരെ, ഒരു മത്സ്യം, അതുപോലെ തന്നെ ഒരു പുഴു, അതിനൊക്കെ അതിന്റെ പ്രാർത്ഥനയും കീർത്തനവും അറിയാമെന്നാണ് ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും, മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള സകലതും അല്ലാഹുവിന്റെ കീർത്തനം പാടിക്കൊണ്ടേയിരിക്കുന്നു. വഹുവൽ അസീസുൽ ഹകീം, അവൻ യുക്തിജ്ഞനും മഹാപ്രതാപിയുമാണ്, അതിനെ കൊണ്ടൊക്കെ അത് ചെയ്യിക്കാൻ കഴിവുള്ളവനാണ് എന്ന അർത്ഥത്തിലാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്അ, 7 ആകാശങ്ങളും അല്ലാഹുവിന്റെ കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. വൽ അർദ്, ഭൂമിയും, വമൻ ഫീഹിന്ന, അതിലുള്ള മുഴുവനും. അപ്പൊ ഇതിൽ ഒന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുവുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കീർത്തനം പാടാത്തതായി. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇനി ഒന്ന് താഴോട്ട് ഇങ്ങനെ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനും വൈബ്രേഷൻ ഇല്ലാതെ യാതൊരു സംഗതിയില്ല. ഒരു എനർജി ബിറ്റ് അത് മാസായി മാറുന്നതിനിടയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ആ എനർജി വരുന്ന ഒരു ഫ്ലോ ഓഫ് എനർജി എന്നാണല്ലോ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ എനർജി ആരംഭിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്, അള്ളാന്റെ പ്രകാശത്തിൽ നിന്ന്. ആ പ്രകാശം ആരംഭിക്കുന്നതിന് ഈ പ്രകാശത്തിന്റെ ഓരോ ഫോട്ടോൺ പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിക്കിൾ ആകുന്നതിന് മുമ്പേ ഫോട്ടോൺ എനർജി എന്ന് പറയും. അപ്പൊ ഫോട്ടോ എനർജി എന്ന് പറയുന്ന ഒരു സംഗതി, അതിന്റെ ഉള്ളിൽ ഉള്ള ഒരു വൈബ്രേഷൻ, അത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ തസ്ബീഹാണ്. അതായത് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന തസ്ബീഹ് പോലെ എല്ലാത്തിനും തസ്ബീഹ് ചെയ്തിരിക്കുന്നു. എല്ലാത്തിന്റെയും വൈബ്രേഷൻ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ജന്തുക്കളും പറയും. നിങ്ങളെ കാറ്റടിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ ഉണ്ടാവും. അത് ആരും പറഞ്ഞു കൊടുത്തില്ലല്ലോ. കാറ്റടിക്കുമ്പോൾ ഓരോ വൃക്ഷത്തിലും കാറ്റടിക്കുമ്പോൾ ഓരോ പ്രത്യേക ശബ്ദം. തെങ്ങോലകളിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാവിൻ കൂട്ടത്തിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യത്യസ്തത മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വ്യത്യസ്തമായ മരങ്ങളുള്ള സ്ഥലത്തൂടെ കാറ്റടി
അടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിനും ആ ഉള്ള മരത്തിനുമുള്ള വ്യത്യാസം അതിന്റെ സംഗീതത്തിലും വ്യത്യാസം ഉണ്ടാവും. മഹാസംഗീതമാണ് ഈ പ്രപഞ്ചം. വെള്ളം അടിച്ചു വരുന്നതിന് ശബ്ദം ഉണ്ടാവും, അതുപോലെ തന്നെ പാത്രം തറയിലൂടെ ശബ്ദം ഉണ്ടാവും. അതുപോലെ ഈ ഒരു മനുഷ്യൻ ശബ്ദം ഉണ്ടാക്കാതെ നിങ്ങൾ ലേശം ഒരു ശാന്തമായ സ്ഥലത്ത്, കാട്ടിലൊന്നും പോണ്ട, ഒരു ശാന്തമായ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചീവിടുകളുടെ വിളി കേൾക്കാം, അതുപോലെ ചില പക്ഷികളുടെ കരച്ചിൽ കേൾക്കാം, ഇങ്ങനെ മന്ദമാരുതൻ പോകുമ്പോൾ ഇലകളുടെ അനക്കം, അതിന് ശബ്ദം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു കുറഞ്ഞ ലെവലുള്ള ശബ്ദം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കൈ ഇങ്ങനെ എടുക്കണ ശബ്ദമുണ്ട്, പക്ഷെ ഇത്ര ഡെസിമൽ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഇത്രയും മുകളിൽ നമുക്ക് കേൾക്കാനും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ തകർന്ന് നാശമായി പോകും. നമ്മളെ ശരിക്കും ഇങ്ങനെ കൈ കൊണ്ട് കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ബ്ലഡിന്റെ ആ സർക്കുലേഷൻ ശബ്ദം രണ്ടര നമുക്ക് കേൾക്കാൻ കഴിയും. നല്ലോണം കൈ കൊണ്ട് കുത്തിപ്പിടിച്ചാൽ നല്ല ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ ഓപ്പൺ ആയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിക്കാനും പറ്റില്ല, ഏത് നേരവും ഭയങ്കരമായ ഇരമ്പലായി. അപ്പൊ അത് കേൾക്കാതിരിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചാൽ ഇവിടെ ഒരുപാട് അക്ഷയപാൽ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ ഇഫക്ട്, അതിന്റെ ശബ്ദവും ബഹളവും കൂടെ നമ്മുടെ ചെവിയിൽ നിന്നാണ് കേൾക്കാൻ പോയാൽ ഒറ്റ മനുഷ്യനും ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല, അക്കോലത്തിലാണ്. കാരണം അതെല്ലാം സബ്സിഡൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സംഗതിക്കും അതിൻ്റെതായ ഒരു ക്രമീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇടിയുണ്ടല്ലോ, ഇടി അള്ളാഹുവിന്റെ ആ ഇടിമുഴക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തസ്ബീഹാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇടി ഉണ്ടാവുമ്പോ അതിപ്പോ ഈ പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ട് രണ്ട് കോള് വന്നിട്ട് കഷ്ണം ഉണ്ടാവുമ്പോൾ ഭയങ്കരമായ മിന്നലും സ്ഫോടനം ഉണ്ടാവും. ആ മിന്നലിലൂടെയും സ്ഫോടനത്തിലൂടെയും ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ ഔന്നിത്യം ഉയർക്ക് വാഴ്ത്തുന്നതാണ് അതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് മലക്കുകൾ പിന്നെ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വരുന്ന രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. ദാവൂദ് നബി വാദ്യോപകരണം ഉണ്ടായിരുന്നു. അദ്ദേഹം വാദ്യോപകരണം എടുത്തിങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ മലയും അദ്ദേഹത്തിന്റെ അടുത്തുള്ള മലകളും പക്ഷികളെല്ലാം അങ്ങനെ കൂട്ടമായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവരും ആ തസ്ബീഹിൽ ചേരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വസഖർനാ മഅ ദാവൂദ അൽ-ജിബാല യുസബ്ബിഹുന വ-ത്വയ്റ കുന്നാ ഫഅലീൻ. ഇതെല്ലാമാണ് സംവിധാനിച്ചിരിക്കുന്നത്. ദാവൂദ് നബി വാദ്യോപകരണം, അതായത് ദാവൂദ് നബിയുടെ സംഗീതോപകരണത്തിലൂടെ അല്ലാഹുവിനെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളാണ്. ദാവൂദിന്റെ വേദഗ്രന്ഥത്തിന് സങ്കീർത്തനങ്ങൾ എന്നാ പറയാ. സങ്കീർത്തനങ്ങൾ, ദാവൂദിന്റെ സങ്കീർത്തനങ്ങൾ എന്നാണ് പറയാ. സൺസ് ഓഫ് ഡാവിഡ്, ദാവൂദിന്റെ സങ്കീർത്തനങ്ങൾ. അത് തന്നെ മെലോഡിയസ് ആയിട്ട് ഖുർആൻ ഓതുന്ന അതേ ശൈലിയിൽ വേറെ ടോണില് അതിങ്ങനെ ദാവൂദ് നബി ആലപിക്കുമ്പോ ജിബാൽ, അതായത് മലകളും അതുപോലെ തന്നെ പക്ഷികളും അതിന്റെ കൂടെ ചേരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണൽത്തരികളുടെ മുകളിലൂടെ നടന്നുപോയപ്പോ തന്റെ കാൽക്കീഴിലുള്ള മണൽത്തരികൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടതായി പ്രാമാണികമായ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ മൺതരിയും തസ്ബീഹ് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോമാഞ്ചജനകമായി പറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂൽ ഇങ്ങനെ ആദ്യകാലത്ത് നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന ഒരു പാറ മക്കയിലുണ്ടായിരുന്നു എന്നുള്ള ആ പാറയെ എനിക്ക് ഇന്ന് കണ്ടാലും തിരിച്ചറിയാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രാമാണികമായ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കും. ഇത് പോകുന്നത് പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ പാറയ്ക്ക് എന്തെങ്കിലും സ്വന്തം കഴിവുണ്ടായിട്ടല്ല, അത് അതിന് നാം നിർദ്ദേശം നൽകിയതുകൊണ്ട്, അതിന് നാം അറിയിച്ചു കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന് സ്വയം ബോധ്യപ്പെടുന്നത് ഈ പ്രവാചകൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതാണ്. അപ്പോ ഇങ്ങനെ എല്ലാ വല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അല്ലാഹുവിന്റെ സിംഹാസനം ചുമക്കുന്ന മാലാഖമാരും ഇതിങ്ങനെ തസ്ബീഹ് ഈ കീർത്തനം ആലാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസ്മരണയും ദൈവസ്തോത്ര കീർത്തനങ്ങളുമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിതം തന്നെ. അതായത് നമ്മുടെ നമസ്കാരം കീർത്തനമാണ്, നമ്മുടെ സക്കാത്ത് കീർത്തനമാണ്, നമ്മുടെ പുഞ്ചിരി കീർത്തനമാണ്, നമ്മുടെ സലാമ കീർത്തനമാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കീർത്തനമാണ്, നമ്മുടെ അധ്വാനം കീർത്തനമാണ്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ദൈവ സ്തോത്രവും കീർത്തനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കാൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഇബാദത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പ്രകാശത്തിന്റെ പ്രഭയിൽ പോകുന്ന ജീവിതത്തിന്റെ പ്രത്യേകത. മറ്റത് എല്ലാം അന്ധകാരത്തിലായിരിക്കും, അഹന്തയായിരിക്കും. അവിടെ എന്തെങ്കിലും നേടിയാൽ അവന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അർപ്പിക്കാൻ ആളുണ്ടാവുകയില്ല. തരക്കേടില്ല, കെട്ടിപ്പോയിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ വളരെ വിജയം ഉണ്ടാകുമോ, ജയം ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയും. പരാജയം ഉണ്ടാവുക, അമ്പേ പരാജയം
പരാജയപ്പെട്ടുപോയിരിക്കുന്നു എന്നോ നിരാശ ഉണ്ടാവുക. ഇവിടെ നിരാശയില്ല, അമിതാഹ്ലാദങ്ങളില്ലാത്ത നിരാശയില്ലാത്ത ശാന്തമായ ഒരു ജീവിതത്തിന്റെ ഒഴുക്കിന് നീ യാഥാർത്ഥ്യമീകരിക്കണം. പ്രപഞ്ചത്തിന്റെ നാഥൻ നിനക്ക് നൽകിയതാണ്. ഈ കഴിവുകളൊക്കെ അംഗീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു പദ്ധതിയാണ്. ഈ ആകാശത്തേക്ക് നീ നോക്കൂ, നക്ഷത്രങ്ങളെ നോക്കൂ, അതെല്ലാം ആകാശം അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂമി അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സൂര്യൻ ഒരു ദിവസം രാവിലെ ഞാനിന്ന് കിഴക്കുദിക്കുന്നില്ല എന്ന് പറഞ്ഞാലുള്ള ജീവിതത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു ദിവസം ഞാൻ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഇനി അസ്തമിക്കുന്നില്ല എന്നൊരു ദിവസം സൂര്യൻ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ അതിനെയൊക്കെ അതിൻ്റെതായ പ്രത്യേകമായ ചട്ടക്കൂട്ടിലൊക്കെ അതിന് നിശ്ചയമായ ഓർബിറ്റ്, സഞ്ചാരപഥം, എല്ലാം ഓരോന്നിനും സഞ്ചാരപഥം നിശ്ചയിക്കുകയും എന്നിട്ട് അതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു ക്രമം നിശ്ചയിക്കുകയും ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വരിക, ശരീരത്തിലേക്ക് വന്ന് നോക്കുക. നമ്മുടെ ഓരോ അംഗങ്ങള് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ സംബന്ധിച്ചിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം നേരിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. താഴെ വരിയിൽ പല്ലുണ്ട്, മുകളിൽ വരിയിൽ പല്ലുണ്ട്. ഈ താഴെ പല്ല് വരണം, ഞാനവിടെ വളർന്നു പോയിക്കോളും എന്ന് പറഞ്ഞാല് നമ്മൾ എന്തായിരിക്കും സ്ഥിതി? മുകളിലെ പല്ലുകൾ താഴോട്ട് വളരുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമാണ്. അത് ഇത്രമേ വളരാവൂ, അവിടെ പിടിച്ചു നിർത്തണമെന്ന് ആ പല്ലിനോട് അത് പറഞ്ഞുകൊടുത്ത് അതിനപ്പുറം ചെയ്യുന്നു. നമ്മുടെ കണ്ണിന്റെ പുരികത്ത് മുടിയുണ്ട്, തലയിലും മുടിയുണ്ട്. പുരികത്തെ മുടി തലയിലെ മുടി പോലെ വളരാൻ പോയാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി എന്നുള്ളതാണ്. അപ്പോ ഓരോ സംഗതി, ഇനി മുടി വളരാതിരുന്നാലോ, തലയിൽ മുടി വളരാതിരുന്നാലോ, മനുഷ്യന് തലയിൽ മുടിയുള്ളത് കൊണ്ട് കോടിക്കണക്കിന് ഡോളറുടെ ട്രാൻസാക്ഷനിലെ ലോകത്ത് നടക്കുന്നത്. അതിന് ബാർബർ ഷോപ്പ്, എക്യുപ്മെന്റ്സ്, മറ്റത് മറിച്ചത്, ജീവിതം തന്നെ മുടിയിൽ വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഈ ഒരു മുടിയുണ്ടല്ലോ, ആ മുടിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ട്രാൻസാക്ഷനുള്ള എക്കണോമിക് മേഖലയിൽ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വികസന മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങളുള്ള ഒരു സംഗതിയായിട്ട് ഈ മുടിയെ മാറ്റിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മുടി അങ്ങ് വളരുന്നില്ല എന്ന് പറഞ്ഞാല് ഒന്നാലോചിച്ചപ്പോ എത്ര 10,000-കണക്കിന് കുടുംബങ്ങളാണ് പട്ടിണിയിൽ നിന്ന് മരിക്കാൻ പോകുന്നത് യഥാർത്ഥത്തില് മുടിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചത്. ഓരോ സംഗതിയും, ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള കോലത്തിൽ വളർത്തുകയും നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുന്നു. കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി, കാഴ്ച ലേശം കൂടിപ്പോയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, കാഴ്ച കുറഞ്ഞു പോയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ചെവിയുടെ കേൾവി, അതായത് നമ്മൾ ചെവിയൊക്കെ ശരിക്കും ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം 2 ദിവസം ഭയങ്കര ശബ്ദമായിരിക്കും. അത് ലോകത്തുള്ള മുഴുവൻ ശബ്ദവും കേൾക്കും. അപ്പൊ ഒരു നിശ്ചിത കോലത്തിൽ ശബ്ദം ക്രമീകരിച്ച് നിർത്തിയില്ലെങ്കിൽ അപ്പോ ആകെപ്പാടെ കുഴപ്പമായി പോകും. അപ്പൊ അതെല്ലാം കൃത്യമായി ഈ പ്രപഞ്ചവും മനുഷ്യ ശരീരവും ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ മഹാനാഥന്റെ പ്രകാശത്തിൽ അവന് പൂർണ്ണമായും വിധേയമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സ് ഈ തസ്ബീഹിന്റെ കാര്യത്തിൽ ഏറ്റവും കടപ്പെട്ടവനായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മനസ്സ്, അവൻ പ്രതിദാനം ചെയ്യുന്ന മനസ്സ് മാത്രമാണ് അലംഭാവം കാണിക്കുന്നത്. ആ അലംഭാവം ദുർമാർഗമാണ്, ആ ദുർമാർഗം അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ വീണു പോകാതെ ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രഭയിലോട്ട് തന്നെ വളർന്ന് നിങ്ങളും വിജയിക്കുക, അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുക, ദിക്റുകൾ തസ്ബീഹ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. والحمد لله حمدا كثيرا طيبا مباركا بغير جلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നടന്ന പോലെ നമ്മളോട് പറയുകയാണ്, വസിയത്ത്. പ്രപഞ്ചത്തിന്റെ സ്വഭാവമായ സത്യവിശ്വാസം, സന്മാർഗം, പ്രകാശം മനുഷ്യനിലുള്ളതാണ്. അത് നിലനിർത്താൻ പ്രപഞ്ചം ചെയ്യുന്നത് പോലെ കീർത്തനങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതെങ്ങനെ? നീ നിന്റെ രക്ഷിതാവിനെ ധാരാളമായി ഓർക്കുക. അവന്റെ അവദാനങ്ങളെ രാവിലെയും വൈകുന്നേരം വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 70 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് പറയുമായിരുന്നു.
മിനിമം. മറ്റു സംഗതികൾ വേറെ. അല്ലാതെ പറയുന്നത് തസ്ബീഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. തസ്ബീഹ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈൽ ഫസബ്ബിഹ് അത്റാഫ അൻ-നഹാർ ലഅല്ലക തർദാ. എന്തിനാണ് പറഞ്ഞത്? നീ സൂര്യാസ്തമനത്തിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ്, രാത്രിയുടെ യാമങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവദാനങ്ങൾ ഉയർത്തി ഉയർത്തി വാഴ്ത്തി പാടുക, തസ്ബീഹ് ചെയ്യുക. പകലിന്റെ അച്ഛങ്ങളിലും ലഅല്ലക തർദാ, അപ്പോൾ നിനക്ക് സംതൃപ്തി ലഭ്യമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ സംതൃപ്തിയുള്ള അനുഭവങ്ങളിലൂടെ, വെറുതെ സംതൃപ്തി എടുത്തരുന്നല്ല, ജീവിതാനുഭവങ്ങൾ സംതൃപ്തമാക്കി അഡ്ജസ്റ്റ് ചെയ്തു. അതായത് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു, അനാവശ്യ ആഗ്രഹങ്ങൾ മനസ്സിലാദ്യം ഒഴിവാക്കും. അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് മലക്ക് ഇൽഹാം നൽകും. അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് പ്രാർത്ഥന അവസാനം ഫലത്തിലെത്തും. അപ്പോൾ മനുഷ്യന് സംതൃപ്തി ഉണ്ടാവും. ഒറ്റ വാക്കിലെ പറഞ്ഞത് തറവാ, നീ സംതൃപ്തനാകും. മനുഷ്യന്മാരുടെ അങ്ങനെയല്ല, സംതൃപ്തിയാണ്. എന്തൊക്കെ കിട്ടിയാലും സംതൃപ്തി ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ സംതൃപ്തമായ ഒരു മാനസിക സാഹചര്യം നിനക്ക് ഉണ്ടാകുന്നതിന് നീ തസ്ബീഹ് ചൊല്ലണം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി. ഒരു കാലത്തും മരിച്ചു പോകാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ നിന്റെ നാഥനിൽ അർപ്പിക്കുകയല്ല. അതായത് ഏത് സംഗതിയും ചെയ്യാനും ചെയ്യാതിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കഴിവും അനിവാര്യമാണ്. പ്രത്യക്ഷത്തിൽ ഭൗതികമായി സാഹചര്യങ്ങൾ നോക്കിയാൽ നടക്കില്ല എന്ന് തോന്നുന്ന കാര്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളുടെ സഹായം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നടന്നു. അപ്പൊ നന്മ ഉദ്ദേശിക്കുകയും സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടിനും മുഴുവൻ മനുഷ്യർക്കും നന്മ ഉദ്ദേശിക്കുകയും വെളിച്ചമുള്ള ഹൃദയത്തോടെ എല്ലാത്തിനും നോക്കിക്കാണേ. വെളിച്ചമുള്ള ഹൃദയത്തിൽ തന്നെ കണ്ണുകൾ വെളിച്ചമുള്ള കണ്ണുണ്ടാവും. ഹൃദയം അന്ധമായാൽ കണ്ണ് വെളിച്ചുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ വെളിച്ചമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ സന്മാർഗമുള്ള ഹൃദയം, നീതിയും ന്യായവും ബോധവും ഉള്ള ഹൃദയം. അങ്ങനെ ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കണം. അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും അനാവശ്യവും താൻപോരിമയും പോങ്ങച്ചവും അഹങ്കാരവും ഇല്ലാത്ത എളിമയുള്ള രക്ഷിതാവിനോട് എപ്പോഴും മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ തസ്ബീഹും തഹ്ലീലുമുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. നാലെണ്ണം ചേർക്കാവുന്ന എല്ലാവർക്കും സാധാരണ നമ്മൾ വിജയിച്ചാൽ എന്താ പറയാ, നമ്മൾ വിജയിച്ചിരിക്കുന്നു പോകുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാകും. നാട്ടിൽ മുഴുവൻ ബഹളം ഉണ്ടാകും. വിജയം ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മക്കമാണ്. ഇറക്കി വിട്ട നാട്ടിൽ തിരിച്ചു പോയി അവരെ ദീനുൽ ഇസ്ലാമിന്റെ കൊടുക്കീഴിൽ കൊണ്ടുവന്നു. അതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയം ഉണ്ടായപ്പോ റസൂലും അനുയായികളും കൂടി കുട്ടിയെ പിടിച്ചിട്ട് ചാടുകയല്ല ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹു സഹായിച്ചാൽ നിന്റെ ഈ ദീനിലേക്ക് ഫൗജം ഫൗജായിട്ട് കൂട്ടം കൂട്ടമായ ആളുകൾ വരുന്നത് കാണാൻ കഴിയും. അപ്പോഴാണ് ഫൗജം ഫൗജായിട്ട് ആളുകൾ ഗോത്രങ്ങളെല്ലാം ഇങ്ങനെ വന്ന് ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ജിച്ചിക്കുന്നു ഓടോ അബൂജഹൽ എന്താ ആളുകൾ പറഞ്ഞു അങ്ങനെയല്ലല്ലോ എന്നല്ല പറഞ്ഞത്. അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അടങ്ങി ഒതുങ്ങി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അപ്പോ നീ നിന്റെ രക്ഷിതാവിനെ പ്രവർത്തിച്ചോളുക. കാരണം ഇത് അവന്റെ നാഥന്റെ അനുഗ്രഹമാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ആ ഒരു വലിയ വിജയം വരവേൽക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം മുഹമ്മദേ നിന്റെ സമീപനം ഇങ്ങനെ ആയിരിക്കണം, വിനയാന്വിതനായി രക്ഷിതാവിനെ നീ സ്മരിക്കുക. എന്നിട്ട് വസ്തഗ്ഫിർഹു അവന്റെ സ്തുതികീർത്തനങ്ങൾ ആലപിക്കുക, അവനെ സംബന്ധിച്ച് ഉയർത്തി വാഴ്ത്തിപ്പാടുക. എന്നിട്ട് ആ പാതയിൽ നിനക്ക് സംഭവിച്ച കുഴപ്പങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു പരിചിന്തനം നടത്തി ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബയും ചെയ്യുക. തൗബ അവനിലേക്ക് വീണ്ടും മടങ്ങിക്കൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും വീണ്ടും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും
ഒന്നും സ്വന്തമായില്ല, എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രം അനുഭവിക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ്. ഈ പ്രപഞ്ചം തന്നെ അങ്ങനെയാണ്. അതിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ആ പ്രാതിനിധ്യം പേറുന്ന വലിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഏത് നിമിഷവും എന്തെല്ലാം അപാകതകളും സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതവസ്ഥയിലും, വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഏതവസ്ഥയിലും അഹന്തയും പൊങ്ങച്ചവുമല്ല, ആഹ്ലാദവുമല്ല, അമിതാഹ്ലാദവുമല്ല നിങ്ങളെ ഭരിക്കേണ്ടത് വിനയമാണ്, ദൈവസ്മരണ. നിങ്ങൾ നോക്കി സൂര്യനെ, ഈ ചന്ദ്രൻ നോക്ക്, ഈ കളകളാലവപ്പൊഴിക്കുന്ന നദികളെ നിങ്ങൾ നോക്ക്, അങ്ങനെ പരപ്പുള്ള ആഴിയെ നോക്ക്. അതെല്ലാം സ്വന്തം രക്ഷിതാവിനെ സമർപ്പിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതാണ് പ്രകൃതിയുടെ മതം, അതാണ് മനുഷ്യന്റെ മതം, അതാണ് ദീനുൽ ഇസ്ലാം. അതിലേക്ക് മടങ്ങിക്കൊള്ളുക, അതിലേക്ക് മടങ്ങിക്കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അത് അവതരിച്ചതിന് ശേഷം എല്ലാ നമസ്കാരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുൽ റുകൂഉലൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് ആവർത്തിച്ച് പറയുമായിരുന്നു എന്ന് ആയിഷയിൽ നിന്നുള്ള സഹിയായ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്, ആശ്വാസത്തിന്, സമാധാനത്തിന്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, രോഗം ശിഫയാക്കാൻ, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, കഷ്ടപ്പാട് ഒഴിവാക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹുവിന്റെ സ്മരണ, അവനിലേക്കുള്ള അടുപ്പം, ഇസ്തിഗ്ഫാർ, തൗബയും തസ്ബീഹും തഹ്മീദുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞാലേ അതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർഹംനാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത സഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനേ, ഞങ്ങളുടെ എല്ലാ കൺപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാറാക്കി തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ മുഴുവൻ സത്യവിശ്വാസികൾ നിങ്ങൾക്ക് നീ പുറത്തുമാറാക്കി തരണേ. ഞങ്ങളുടെ മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ്ഗപൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനേ. അകാലങ്ങളിൽ ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഇസ്തിഖാമത്തുള്ള ജീവിതത്തിൽ അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണം തമ്പുരാനേ. നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളുടെ വേദനകളും മാറ്റിത്തരണേ തമ്പുരാനേ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനേ. അല്ലാഹു ഞങ്ങളുടെ സന്താനങ്ങൾ, സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. നാഥ, പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സുമായി ജീവിക്കാതെ തൗഫീഖ് തമ്പുരാനേ. പ്രകാശം വിതറുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഹൃദയം എപ്പോഴും നിന്റെ പ്രകാശത്തിൽ നിലനിർത്തണേ തമ്പുരാനേ. ആ പ്രകാശത്തിന്റെ പ്രഭ വിടർത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനേ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനേ. മനുഷ്യരെ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനേ. നരകശിക്ഷയിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനേ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഫിർദൗസിൽ ലിഖാഇൽ മഹാപ്രഭാവനായ പ്രകാശത്തിന്റെ ഉടമയായ നിങ്ങളുടെ കൊണ്ടാണുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. ആ പ്രാർത്ഥനയോടെ ജീവിച്ചു മരിക്കാൻ എപ്പോഴും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا